ഇതിപ്പോൾ ചോർച്ചയുടെ കാലമാണ്. നീറ്റ് ചോരുന്നു, നെറ്റ് ചോരുന്നു, രാമക്ഷേത്രം ചോരുന്നു. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ചോർത്തിയ ഒരാളെക്കുറിച്ചാണ്. അതായത് ജൂലിയൻ അസാഞ്ച്. വിക്കിലീക്സിലൂടെ ലോകത്തെ ഞെട്ടിച്ച പ്രധാനപ്പെട്ട പ്രതിരോധ രേഖകളടക്കം ചോർത്തിയ അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്, ജാമ്യം കിട്ടി. അദ്ദേഹം കുറ്റസമ്മതം നടത്തി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജിംസ്, ഈ അസാഞ്ചിൻ്റെ ഈ മോചനത്തെ എങ്ങനെയാണ് കാണുന്നത്? അസാഞ്ചിനോടൊപ്പം തന്നെ നമ്മൾ കുറേ അധികം ആളുകൾ സ്മരിക്കേണ്ടതുണ്ട്. അസാഞ്ച് തീർച്ചയായിട്ടും ലോകത്തെ ഞെട്ടിച്ച, നൗഫൽ പറഞ്ഞു പറഞ്ഞ ലോകത്തെ ഞെട്ടിച്ച ചില വിവരങ്ങൾ പുറം ലോകത്തെത്തിച്ച ഒരു മാധ്യമപ്രവർത്തനമാണ്. അതിനങ്ങനെ തന്നെ പറയണം. കാരണം മാധ്യമപ്രവർത്തനം, നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള മാധ്യമപ്രവർത്തനത്തിനപ്പുറം വളരെ ടോപ്പ് സീക്രട്ടായിട്ടുള്ള സർക്കാർ രേഖകൾ പുറത്തു കൊണ്ടുവന്ന് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് എന്താ പറയുക, ഒരു ജീവൻ മരണ കളിയാണ്. സാധാരണ ജേർണലിസം പോലെയല്ല. കാരണം അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ നോക്കുമ്പോൾ ചാരപ്രവർത്തനം തടയുന്ന അമേരിക്കയിലെ നിയമമാണ്. അത് നൽകുന്ന ശിക്ഷ വധശിക്ഷയാണ് അമേരിക്കയിൽ. അങ്ങനെ ഡെയറിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറയണം. അപ്പോൾ വിക്കിലീക്സ് യഥാർത്ഥത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയുടെ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള പല ഔദ്യോഗിക രേഖകളും, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് CAAക്കുള്ള വിവരങ്ങൾ, അതെല്ലാം കുറേ അധികം കാര്യങ്ങൾ, കേരളത്തിൽ പോലുള്ള രാഷ്ട്രീയക്കാരുടെ രഹസ്യ സംഭാഷണങ്ങൾ പോലും വിക്കിലീക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. MK മുനീറിൻ്റെ ഉൾപ്പെടെ ചില പരാമർശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിക്കിലീക്സ് വഴി. അപ്പോൾ അങ്ങനെ ലോകവ്യാപകമായി അധികാര കേന്ദ്രങ്ങളിലുള്ള രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന വളരെ ഡെയറിങ് ആയിട്ടുള്ളൊരു പണിയാണ് അദ്ദേഹം ചെയ്തത്, വിക്കിലീക്സ് സ്ഥാപിക്കുന്ന വഴി. പക്ഷേ ഈ ഒരു കേസിലേക്ക് അദ്ദേഹം പോയത്, അതിൽ നമ്മൾ സ്മരിക്കേണ്ട മറ്റൊരാൾ, ഇപ്പോൾ ചെൽസി മാനിങ് എന്നറിയപ്പെടുന്ന ബ്രാഡ്ലി മാനിങ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്ത്രീയാണ്. അവർ പുരുഷനായിരുന്നു, ഒരു ട്രാൻസ്ഫോമറാണ് ഇപ്പോൾ. അപ്പോൾ അവർ പുരുഷനായിരുന്ന സമയത്ത്, മീൻസ് അവരുടെ ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്താതിരുന്ന സമയത്ത് അവർ അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങളെ പറ്റിയുള്ള വളരെ ടോപ്പ് സീക്രട്ടായിട്ടുള്ള രേഖകൾ പുറത്ത് ഈ അസാഞ്ചിന് കൈമാറുകയും അത് ലോകത്ത് ഞെട്ടിക്കുന്ന വിധത്തിലുള്ള കുറേ അധികം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഗ്ദാദിൽ നടന്നിട്ടുള്ള ഒരു വ്യോമാക്രമണത്തിൻ്റെ വിഷ്വലാണ്. അത് ആ വിഷ്വൽ, അതായത് ഹെലികോപ്റ്ററിൽ നിന്ന് അത് ഷൂട്ട് ചെയ്ത വിഷ്വൽ ഉൾപ്പെടെയാണ് പുറത്തേക്ക് വിട്ടത്. അതായത് ബഗ്ദാദിൽ ഇറാഖ് അധിനിവേശം എന്ന് പറയുന്നത്, ഇറാഖ് അധിനിവേശം എത്രമാത്രം നുണകളുടെ മുകളിൽ നടത്തിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു, അധിനിവേശമായിരുന്നു. ആ നുണകളുടെ മേലിൽ ഇറാഖ് എന്ന രാജ്യത്തെ അധിനിവേശം നടത്തുക, അവിടുത്തെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുക, കൊല്ലുക എന്നതിനപ്പുറം അവിടെ നടത്തിയ യുദ്ധം തന്നെ ആർക്കെതിരെയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വീഡിയോ ഫുട്ടേജ്. അതായത് സാധാരണക്കാരായ മനുഷ്യരുടെ മുകളിലേക്ക് അവർ വെറുതെ ബോംബിടുകയായിരുന്നു. അപ്പോൾ ഇറാഖ് യുദ്ധകാലത്ത് ആ 10 വർഷം അവിടെ നടന്നിട്ടുള്ളത് സാധാരണക്കാരെ കൊന്നു തീർക്കുന്ന, സാധാരണക്കാരെ ആക്രമിച്ച് കൊന്നു തീർക്കുന്ന 10 ലക്ഷം മനുഷ്യരാണ് മരിച്ചത്. അത് അങ്ങനെ ഒന്നായിരുന്നു ഇന്ന് ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ ഒരു വിവരമാണ് ഈ ചെൽസി മാനിങ്, ജൂലിയൻ അസാഞ്ച് വഴി പുറത്തുവിട്ടത്. അതുപോലെ നമ്മൾ മറക്കരുതാത്ത മറ്റൊരാൾ കൂടിയാണ് എഡ്വാർഡ് സ്നോഡൻ. ഈ എഡ്വാർഡ് സ്നോഡൻ പിന്നീട് ഒരു റഷ്യൻ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അഭയം തേടി, മറ്റൊരു രാജ്യത്ത് അഭയം തേടി ജീവിക്കുകയാണ്. അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയും നിയമ നടപടികൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ 2 പേരെ കൂടി ഓർക്കണം അസാഞ്ചിൻ്റെ കാര്യത്തിൽ. പക്ഷേ അസാഞ്ചിന് എന്താ സംഭവിച്ചത്? അസാഞ്ചിനെതിരെ 2010 ഒരു ലൈംഗിക പീഡന കേസ് വരികയും ആ കേസിൽ അദ്ദേഹം ബ്രിട്ടനിലായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇക്വഡോറിൻ്റെ എംബസിയിൽ അഭയം തേടുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ എംബസിയിൽ നിന്ന് ബ്രിട്ടന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുകൊണ്ട് വളരെ ചെറിയൊരു ഓഫീസാണ്, ആ ഓഫീസിലാണ് അദ്ദേഹം 2-3 വർഷം ജീവിക്കുന്നത്. അങ്ങനെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ അമേരിക്ക എക്സ്ട്രാഡിഷൻ, അതായത് ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് അദ്ദേഹത്തെ അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഭവം. ഇതിനിടെ തന്നെ സ്വീഡനിലുള്ള ഈ ലൈംഗികാതിക്രമ കേസ് അതൊരു വ്യാജ പരാതിയായിരുന്നു തിരിച്ചറിയും. ആ കേസ് സ്വീഡൻ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസ് നിലനിൽക്കുകയാണ്. 2019 മുതൽ അദ്ദേഹം തടവിലാവുന്നത് ഈ എസ്പാനേജ് കേസിൽ. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അദ്ദേഹം എത്രയോ വർഷം തടവിൽ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയൻ പൗരനായതുകൊണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും US പ്രസിഡന്റും കൂടി ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം ഇദ്ദേഹം പസഫിക് സമുദ്രത്തിലുള്ളൊരു ദ്വീപിൽ, അമേരിക്കയുടെ ഭാഗമായിട്ടുള്ളൊരു ദ്വീപാണ്, ആ ദ്വീപിലുള്ളൊരു കോടതിയിൽ അദ്ദേഹം ഹാജരാകുകയും ഈ കേസിൽ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്യുകയാണ്. ഞാനിങ്ങനെ ചോർത്തി, ഇതൊരു ഔദ്യോഗിക രഹസ്യമാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോർത്തി എന്ന കുറ്റം അദ്ദേഹം സമ്മതിക്കുന്നതോടുകൂടി അതിലവിടെ നിന്നൊരു ജഡ്ജി ശിക്ഷ വിധിക്കും. ആ ശിക്ഷ ഇപ്പോൾ അദ്ദേഹം ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ഓസ്ട്രേലിയയിലേക്ക് പോകാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്, ഇത്തരം വിസിൽ ബ്ലോവേഴ്സിന് എന്ത് സംരക്ഷണമാണ് ഈ ജനാധിപത്യ രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന, ജനാധിപത്യത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന അമേരിക്ക ഉൾപ്പെടെ UK ഉൾപ്പെടെയുള്ള, UK എത്ര പ്രാവശ്യം അസാഞ്ചിനെ
അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്ന് പറയാം. ചൈനയും ആ ഗണത്തിലല്ലേ? ചൈന അത് വേറൊരു വിഷയമാണ്. ചൈന പിന്നെ ഞങ്ങൾ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നില്ല, പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന UK-യും US-ഉം ഇത്തരം വിസിൽ ബ്ലോവേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അതായത് ഒരു സർക്കാർ ചെയ്യുന്ന ഒരു അതിക്രമം ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകർ, ഇവർ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. ആ മാധ്യമപ്രവർത്തകരെ ചാരവൃത്തി തടയാനുള്ള നിയമം ഉപയോഗിച്ച് അകത്തിടാം, വേണമെങ്കിൽ വധശിക്ഷ കൊടുക്കാം എന്നുള്ളതാണ് ജൂലിയൻ അസാഞ്ചിൻ്റെ കേസ് തെളിയിക്കുന്നത്. ഇപ്പോൾ അതൊരു ഒരു സൈലൻറ്റ് ഡിപ്ലോമസിയിലൂടെ അത് ഒഴിവായി, ആ ശിക്ഷ ഒഴിവായി എന്നതിനപ്പുറം ജൂലിയൻ അസാഞ്ച് കേസ് മൊത്തം മാധ്യമ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അതായത് നിങ്ങൾ അത്യാവശ്യം റിപ്പോർട്ടാണ് ചെയ്തോ, വല്ല പാലം പൊളിഞ്ഞതോ റോഡ് പൊളിഞ്ഞതൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ അവിടുത്തെ ദുരിതം റിപ്പോർട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തോളൂ. പക്ഷേ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന സന്ദേശമാണ് അമേരിക്ക ജൂലിയൻ അസാഞ്ച് കേസിലൂടെ കൊടുക്കുന്നത്. പക്ഷേ അതിനെതിരെ ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. അതെ, ഭയരഹിതമായി ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് പ്രത്യേകിച്ച് ഈ എംബസികൾ മുഖേന അമേരിക്ക എല്ലാ രാജ്യത്തെയും രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നും അതെല്ലാം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതായത് ആരെയും കൂസാതെ, ഒരു രാജ്യത്തെയും കൂസാതെ, ഒരു ഭരണകൂടത്തെയും കൂസാതെ ഇത്തരത്തിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പം അതിനകത്ത് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്ന് വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തിനുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ചെറുതല്ല എന്നതുകൊണ്ട് അവർക്ക് അയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അയാൾ പുറത്തുവിട്ട വിവരങ്ങളുടെ ഒരു ഗണന എടുത്ത് പരിശോധിച്ചാൽ അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളിലെ നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള രഹസ്യ ഓപ്പറേഷൻസ്, UN-ലെ നേതാക്കൾക്കെതിരെയും UN-ൻ്റെ മൊത്തം പൊതുസ്വഭാവത്തിനെതിരെയും അമേരിക്ക നടത്തിയ രഹസ്യ നീക്കങ്ങൾ, ഇവയുടെ വിവരങ്ങൾ ഇയാൾ പുറത്തുവിട്ട ലക്ഷക്കണക്കിന് ലീക്സിലുണ്ട്, കേബിളുകളിലുണ്ട്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, സഖ്യരാജ്യങ്ങളെപ്പോലും തകർക്കാൻ അമേരിക്ക എടുക്കുന്ന പണി എന്താണ് എന്നാണ് ഇയാൾ പുറത്തുവിടുന്നത്. അത് കണ്ടുകൊണ്ട് അമേരിക്കയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അയാളെ എങ്ങനെയും പൂട്ടുക? അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ വിക്കിലീക്സ് പുറത്തു വരുമ്പോൾ ഇത് പ്രധാനപ്പെട്ട പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളും എന്താ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ചാരപ്രവർത്തനത്തിൽ പങ്കാളിയാവുകയോ ടോപ്പ് സീക്രട്ട് വെളിപ്പെടുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റം ചെയ്യുകയാണ്. അവരെ ആരെയും ശിക്ഷിക്കുന്നില്ല. ശിക്ഷിക്കുന്ന ഇയാളെ മാത്രമാണ്. കാരണം ഇയാൾ ഇതിൻ്റെ ഒരു സ്രോതസ്സും ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുമാണ്. ഇയാളെ അവസാനിപ്പിക്കുക എന്നാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. അത് അവർ ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളി കുറ്റസമ്മതം നടത്തി അമേരിക്കയുമായിട്ടുള്ള ഡീലുണ്ടാക്കി അവസാനിപ്പിച്ച് സ്വസ്ഥനായി മടങ്ങാൻ പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. ഞാൻ വിചാരിക്കുന്നത് അയാളുടെ ദൗത്യം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അമേരിക്ക ലോകത്ത് നടത്തുന്ന പല ഓപ്പറേഷൻസും വ്യാജങ്ങൾക്ക് മേൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര സംഗതി. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ലോകത്തെ ഏതെങ്കിലും തരത്തിലുള്ള UN പോലുള്ള സംഘടനയ്ക്കോ കഴിയാത്ത കാര്യം. അതായത് ബാഗ്ദാദിൽ ഒരു ഹെലികോപ്റ്ററിൽ ഒരു സംഘം ആർമി ഓഫീസർമാർ പോയി താഴെ കൂടി നടന്നു പോകുന്ന 18 പേരെ ഒരു പ്രകോപനവും ഇല്ലാതെ വെടിവെച്ച് കൊല്ലുന്നു. ഒരു പ്രകോപനവുമില്ല, സാധാരണ മനുഷ്യരെ. അതിൽ 2 പേർ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകൾ അടക്കമുള്ള ആളുകളെ കൊല്ലുന്നതിൻ്റെ വീഡിയോ പുറത്തുവിട്ടു. അപ്പോൾ ഇവരെന്തിനെതിരെയാണ് അവിടെ യുദ്ധം ചെയ്യുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഗോണ്ടനോമോ എന്ന് പറഞ്ഞ അമേരിക്ക സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തടവറയ്ക്കകത്ത് എന്തുമാത്രം ക്രൂരവും പൈശാചികവുമായ പീഡനങ്ങളാണ് നടക്കുന്നത് എന്ന് പുറത്തു കൊണ്ടുവന്ന ആരാണ്? വിക്കിലീക്സാണ്. അയാൾ വിക്കിലീക്സിനെ കുറിച്ച് പറയുന്ന വാചകം എന്താണ്? ലോകത്തെ നടുക്കുന്ന അതിഭീകരമായ പീഡനങ്ങളുടെ ഒരു ലൈബ്രറിയാണ്, വിശാലമായ ഒരു ലൈബ്രറിയാണ് വിക്കിലീക്സ് എന്നാണ് അയാൾ സ്വയം അതിനെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കെനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിയമവിരുദ്ധമായി ശത്രുക്കളെ ഇല്ലാതാക്കാൻ നടപ്പിലാക്കുന്ന വധശിക്ഷകൾ, ഇത് ഗുരുതര സ്വഭാവമുള്ള വധശിക്ഷകൾ നടക്കുന്നു. അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന കൊടിയ അഴിമതികൾ, പെറുവിൽ നടക്കുന്ന കോടാനുകോടി ഡോളറിൻ്റെ പെട്രോളിയം തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഇടപെടലുകളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ ടിബറ്റൻ കലാപവുമായി ബന്ധപ്പെട്ട ചൈനയ്ക്കകത്ത് നടക്കുന്ന സംഗതികൾ, അങ്ങനെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾക്കകത്ത് നടക്കുന്ന നമ്മൾക്കുണ്ടായിരുന്നൊരു പെർസെപ്ഷനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നിരന്തരമായി പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് രാജ്യങ്ങളെ വലിയ തോതിൽ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യം, അമേരിക്കയ്ക്ക് സീക്രട്ട് ഓപ്പറേഷൻസിൻ്റെ ഒരു കിങ് എന്നൊക്കെ വിളിക്കുന്ന ഒരു രാജ്യം ഇത്ര വലിയ ഒരു കെടുതിയെ അഭിമുഖീകരിച്ചത് ഇയാൾ ഇറങ്ങി തിരിച്ചവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ദൗത്യം അയാൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം. ലോകത്താകമാനമുള്ള വിവിധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ NGOകളൊക്കെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു പക്ഷേ ഇത് ഫൈനലി ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അസാഞ്ചേക്ക് അയാൾക്കൊരു സ്വസ്ഥത കിട്ടുന്നു എങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ അയാളുടെ ദൗത്യം ശരിയാവണ്ണം നിർവഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സംഗതി. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ബോക്സ് ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.